ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മഹേന്ദ്ര നേരെ വന്നിരിക്കുന്നത് ഓഫീസിലേക്കാണ്. ആ സമയത്ത് ബോർഡ് മാറ്റി വെച്ചത് അദ്ദേഹം കാണുന്നുണ്ടായിരുന്നു. മഹേന്ദ്ര ഗ്രൂപ്പ്സ് ഓഫ് കമ്പനി എന്നുള്ളത് മാറ്റിയിട്ട് മേഘ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനി എന്ന് വെച്ചിട്ടുണ്ട്. അത് കണ്ടതിൽ തന്നെ ആദ്യം തന്നെ മഹേന്ദ്ര ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അത് നോക്കുന്നത് കണ്ടപ്പോൾ വാച്ച്മാൻ ചോദിക്കുന്നുണ്ട്, സർ നിങ്ങൾ ആരെ കാണാൻ വേണ്ടി വന്നതാണ്? അപ്പോൾ മഹേന്ദ്രൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെയാണ് പറയുന്നത്, നിങ്ങളുടെ ഓണറെ കാണാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് ഓഫീസിനകത്ത് അവിടെ മുൻപ് ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് അവിടുത്തെ അകത്തുള്ള സെക്യൂരിറ്റി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ്റെ അടുത്തുള്ള സെക്യൂരിറ്റി പറയുന്നുണ്ട്, അപ്പോയിൻമെൻ്റ് ഇല്ലാതെ മാഡത്തെ കാണാൻ സാധിക്കില്ല സർ. അപ്പോൾ മഹേന്ദ്രൻ അയാളോട് പൊട്ടിത്തെറിക്കുകയാണ്, എൻ്റെ കമ്പനിക്കകത്ത് എന്നോട് വരാൻ പാടില്ല എന്ന് പറയാൻ അവളാരാണ്? അപ്പോൾ ആ സെക്യൂരിറ്റി എല്ലാം മര്യാദയോടും കൂടി പറയുന്നുണ്ട്, സർ അകത്തേക്ക് പോകാൻ പറ്റില്ല സർ, പറയുന്നത് കേൾക്കൂ സർ. അപ്പോൾ അകത്ത് നിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റാഫ് പുറത്ത് നടക്കുന്ന ബഹളം കേട്ട് അങ്ങോട്ടേക്ക് നോക്കുകയാണ്. മഹേന്ദ്രനെ കണ്ടതും അയാൾ വേഗം പുറത്തേക്ക് വരുന്നുണ്ട്. മഹേന്ദ്രൻ അകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ സെക്യൂരിറ്റി വീണ്ടും പറയാണ്, സർ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് വഴക്ക് കിട്ടും സർ. അത് കേട്ടതും മഹേന്ദ്രൻ അയാളുടെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അകത്തേലുണ്ടായിരുന്ന ആ സ്റ്റാഫ് ഇറങ്ങി പുറത്തേക്ക് വരുന്നുണ്ട്. ഏയ് സെക്യൂരിറ്റി, നീ ആരാന്ന് വെച്ചിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അയാളടുത്ത്. എന്നിട്ട് മഹേന്ദ്രനോട് പറയുന്നുണ്ട്, സർ സർ നിങ്ങൾ അകത്തേക്ക് വാ സർ, അകത്തേക്ക് വാ സർ എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട്, ആരാന്ന് വെച്ചിട്ടാണ് നീ ഇങ്ങനെ തടയുന്നത്? അതേസമയം മേഘ അവളുടെ ക്യാബിനിലകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും മനോഹരൻ കയ്യിലൊരു ജ്യൂസൊക്കെ ആയിട്ട് വന്നിട്ട് മേഘയോട് പറയുന്നുണ്ട്, മേഘ നോക്ക്, അങ്കിള് തന്നെ ഉണ്ടാക്കിയ ABC ജ്യൂസ്. അത് കേട്ട് മേഘയും സ്നേഹത്തോട് ചോദിക്കുകയാണ്, ABC ജ്യൂസാ? ഇതെന്താ പുതിയതായിട്ട്? അങ്ങനെ ഇപ്പോൾ ചോദിച്ചാൽ ABC ജ്യൂസ് എന്ന് വെച്ചാൽ ആപ്പിള്, ബീട്രൂട്ട്, ക്യാരറ്റ് ഇത് മൂന്നും ചേർത്തിട്ട് അങ്കിള് തന്നെ അങ്കിളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ജ്യൂസാണ്. മേഘ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ കൗതുകത്തോടെ കേട്ട് നിൽക്കുകയാണ്. ഇത് കഴിച്ചു എന്ന് വെച്ചോ, എല്ലാവിധ ശക്തിയും ധൈര്യവും നിന്റെ ശരീരത്തിൽ വരും. മേഘ അയാളുടെ സ്നേഹം കണ്ടത് ആസ്വദിക്കുകയാണ്. ഇത് നോക്ക്, ഞാൻ തന്നെ എൻ്റെ കൈകൊണ്ട് മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ആഹാ, കുഴപ്പമില്ലല്ലോ അങ്കിൾ, നിങ്ങൾ ഒരുപാട് ഡെവലപ്പായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മേഘ ജ്യൂസ് വാങ്ങി കുടിക്കുകയാണ്. അപ്പോൾ മനോഹരൻ ചോദിക്കുന്നുണ്ട്, ജ്യൂസ് എങ്ങനെയുണ്ട് എന്ന്. സൂപ്പറായിട്ടുണ്ട്. അങ്കിൾ ഉണ്ടാക്കിയതല്ലേ, പിന്നെ പറയാനുണ്ടോ, സൂപ്പർ ആയിരിക്കില്ല എന്നൊക്കെ മനോഹരൻ വീമ്പ് പറയാണ്. അങ്ങനെ മേഘ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹേന്ദ്രൻ അങ്ങോട്ടേക്ക് ദേഷ്യത്തോടെ വരുന്നത്. ഏയ് മേഘ! അയാളെ കണ്ട ഉടനെ തന്നെ മേഘ ജ്യൂസിൻ്റെ ഗ്ലാസ് മാറ്റി വെക്കുകയാണ്. അപ്പോൾ മനോഹരൻ ചോദിക്കുന്നുണ്ട്, ഏയ് അപ്പോയിൻമെൻ്റ് ഉണ്ടോ? മഹേന്ദ്രൻ ദേഷ്യത്തോടെ മനോഹരനെ നോക്കുന്നുണ്ട്. അപ്പം മനോഹരൻ പുച്ഛത്തോടെ പറയാണ്, അപ്പോയിൻമെൻറ്റ് വാങ്ങിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയർമാൻ്റെ ക്യാബിനിലേക്ക് വരികയാണോ? ആദ്യം ഇറങ്ങിപ്പോവാൻ നോക്ക്. മഹേന്ദ്രൻ ദേഷ്യത്തോടെയാണ് മനോഹരനെ നോക്കുന്നത്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, എന്താ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഇറങ്ങിയിട്ട് പുറത്തു പോകാനാണ് പറഞ്ഞത്. മഹേന്ദ്രൻ വന്ന ദേഷ്യത്തിന് പറയുന്നുണ്ട്, മനോഹർ ഞാൻ വല്ലാത്ത ദേഷ്യത്തിലാണ് ഉള്ളത്. ഞാൻ വന്ന ദേഷ്യത്തിന് 2 കൊലപാതകം ചെയ്തിട്ടേ ഞാൻ പോവുള്ളൂ. അച്ഛൻ്റെ ദേഷ്യം മുൻപും അറിയാവുന്നത് കൊണ്ട് തന്നെ മേഘയ്ക്ക് ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ മഹേന്ദ്രൻ മനോഹരനോട് പറയാണ്, ഞാൻ മേഘയോട് സംസാരിക്കാനാണ് വന്നത്. ആദ്യം നീ ഇറങ്ങി പുറത്തു പോവാൻ നോക്ക്. അവസരം മുതലാക്കിയിട്ട് മേഘ പറയുന്നുണ്ട്, എൻ്റെ ഓഫീസിൽ വന്നതും പോരാതെ എൻ്റെ ക്യാബിനിലേക്ക് കൂടി കയറി വന്നിട്ട് എൻ്റെ അങ്കിളിനോട് ഇറങ്ങി പോകാൻ പറയുന്നോ? അദ്ദേഹം പുറത്തേക്കൊന്നും പോവേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. അത് കേട്ടതും മനോഹരനൊന്നും ഞെളിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, നിങ്ങൾ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. മഹേന്ദ്രൻ ചോദിക്കുകയാണ്, മേഘ നീ എന്താ നിൻ്റെ മനസ്സിൽ കരുതിയിരിക്കുന്നത്? വലിയ മഹാറാണി എന്നാണോ കരുതിയിരിക്കുന്നത്? അപ്പോൾ മേഘ മഹേന്ദ്രനോട് പറയാണ്, നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാനിപ്പോൾ മഹാറാണി തന്നെയാ. നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത് അത് പറ. അപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുകയാണ്, എന്തിനാണ് മഹേന്ദ്ര ഗ്രൂപ്പ്സ് ഓഫ് കമ്പനി എന്നുള്ള പേര് മാറ്റിയിട്ട് മേഘ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനി എന്നാക്കിയത്? അപ്പോൾ കൂസലില്ലാതെ മേഘ പറയുന്നുണ്ട്, അത് പിന്നെ കോടതി തന്നെ പറഞ്ഞല്ലോ, ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന സ്വത്തുക്കളും സമ്പാദ്യങ്ങളും ഒക്കെ നിങ്ങളുടെ കമ്പനി അടക്കം എല്ലാം എൻ്റെ പേരിലായല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് മഹേന്ദ്രൻ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനി എന്നുള്ള പേര് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും മേഘ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനി എന്ന് ഞാൻ എൻ്റെ പേര് മാറ്റി. മഹേന്ദ്രൻ കൊല്ലാനുള്ള ദേഷ്യത്തിൽ മേഘയെ നോക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ പാപത്തിൻ്റെ പേരിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ കമ്പനി ഉൾപ്പെടെ നിനക്ക് ഞാൻ പിച്ചയായിട്ട് തരാം. അത് കേട്ടതും മേഘ അപമാനത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, പക്ഷേ എന്നെ വിശ്വസിച്ച് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ പണം നീ തിരിച്ചു കൊടുക്കൂ. അവരൊന്നും ഇന്നലെ ഈ കമ്പനിയിലേക്ക് വന്നവരല്ല, അവർ 25 വർഷങ്ങളായിട്ട് ഈ കമ്പനിയുടെ നെടുന്തൂണാണ്. മേഘ മഹേന്ദ്രനെ തന്നെ നോക്കിയിട്ട് ഗൗരവത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, അവരെ പറ്റിക്കണമെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതിനുള്ളതല്ല, അത്രയേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. അപ്പോൾ മേഘ കൂളായിട്ട് മനോഹരനോട് പറയുന്നുണ്ട്, എന്താ അങ്കിൾ ഇദ്ദേഹം മനസ്സിലാവാത്ത രീതിയിൽ സംസാരിക്കുന്നത്? എന്നു മുതൽ മഹേന്ദ്രൻ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനി മേഘ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയായി മാറിയോ
അന്നു മുതൽ എല്ലാ ഡീലിങ്ങുകളും കഴിഞ്ഞിട്ടുണ്ട്. മേഘ എന്താ പറഞ്ഞു വരുന്നത് മനസ്സിലാവാതെ നിൽക്കുകയാണ് മഹേന്ദ്രൻ. അപ്പോൾ മേഘ പറയുന്നുണ്ട്, നിങ്ങളുടെ കമ്പനിയിൽ വെച്ചിട്ടാണല്ലോ അവർ ഷെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള അവർ എൻ്റെ അടുത്ത് വന്നിട്ട് ഷെയർ ചോദിച്ചാൽ ഞാനെങ്ങനെ ഷെയർ കൊടുക്കും? മേഘ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുമ്പോഴേക്കും മഹേന്ദ്രൻ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഘ പറയുന്നുണ്ട്, നിങ്ങളുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് നിങ്ങളല്ലേ ഷെയർ കൊടുക്കേണ്ടത്? മഹേന്ദ്രൻ ശരിക്കും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, നോക്ക് മേഘ, ഇതാണ് നിനക്ക് അവസാനത്തെ അവസരം. മര്യാദയ്ക്ക് അവരുടെ ഷെയർ നീ തിരിച്ചു കൊടുക്കാൻ നോക്ക്. മേഘ വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്. എന്നെക്കൊണ്ട് കൊടുക്കാൻ സാധിക്കില്ല. വേണമെങ്കിൽ കോടതി കേസ് വാദിച്ചോളൂ. ലീഗലായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അത് കേട്ടതും മഹേന്ദ്രൻ എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അയാൾ പറയാണ്, ഒരുപാട് അഹങ്കാരത്തോടെ സംസാരിക്കരുത് മേഘ. മേഘ വിട്ടുകൊടുക്കുന്നില്ല. ഞാനായിട്ടൊന്നും അഹങ്കരിക്കുന്നില്ല. നിങ്ങളാണ് നിങ്ങളുടെ അവസ്ഥ അറിയാതെ ഇപ്പോൾ സംസാരിക്കുന്നത്. മഹേന്ദ്രൻ അവസാനമായിട്ട് പറയുന്നുണ്ട്, നീ അവർക്ക് നൽകാനുള്ള പണം കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവില്ല, ഇവിടെ തന്നെ നിൽക്കും. അപ്പോൾ മേഘയും ചെറുതായിട്ടൊന്ന് ഭയന്നിട്ടുണ്ടായിരുന്നു. അവൾ ദേഷ്യത്തോടെ മഹേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം ഉണ്ടാക്കണമെന്ന് തന്നെ കരുതിയിട്ട് വന്നതാണോ? മര്യാദയ്ക്ക് പറയുമ്പോൾ തന്നെ ഇവിടുന്ന് പോവാൻ നോക്ക്. അപ്പോൾ മഹേന്ദ്രനും ദേഷ്യത്തോടെ പറയാണ്, നോക്ക്, നീ എന്നെ ചതിച്ചത് ഞാൻ സഹിച്ചു, എൻ്റെ ഭാര്യയെ ചതിച്ചതും ഞാൻ സഹിച്ചു. പക്ഷെ എന്നെ വിശ്വസിച്ചിട്ട് ഈ കമ്പനിയിൽ ഷെയർ തന്നവരെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവർക്ക് കിട്ടേണ്ട പണം തിരിച്ച് വാങ്ങിക്കൊടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. മേഘ മനോഹരനോട് പറയാണ്, എന്താ അങ്കിൾ ഇദ്ദേഹം പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? ഇദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കങ്കിൾ. കേൾക്കേണ്ട താമസം. മനോഹരൻ മേഘയോട് പറയുന്നുണ്ട്, മോളെ, ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത ജന്മങ്ങളാ മോളെ. ഇത് എങ്ങനെയാണ് പുറത്താക്കേണ്ടതെന്ന് മോള് നോക്ക് എന്ന് പറഞ്ഞ് മനോഹരൻ വേഗം ഡോറ് തുറന്നിട്ട് സെക്യൂരിറ്റി അകത്തേക്ക് വിളിക്കുകയാണ്. ആ സമയത്ത് മഹേന്ദ്രൻ വീണ്ടും മേഘയോട് പറയുന്നുണ്ട്, മേഘ, ഞാൻ വീണ്ടും പറയാം, നീ വീണ്ടും വീണ്ടും തെറ്റുകളാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നീ ഇപ്പോൾ കാണിക്കുന്ന ഈ അഹങ്കാരം നിർത്തിയിട്ട് ഞാൻ പറയുന്നത് അനുസരിക്കാൻ നോക്ക്. മഹേന്ദ്രൻ പറയുമ്പോഴേക്കും 2 സെക്യൂരിറ്റിക്കാർ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനോഹരൻ സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട്, ഏയ്, ആരാന്നൊന്നും നോക്കാതെ ചെയർമാൻ്റെ ക്യാബിനിലേക്ക് കടത്തിവിടുകയാണോ ചെയ്യുന്നത്? 5 മിനിറ്റ് കൊണ്ട് ഇയാളെ ഈ ക്യാബിനിൽ നിന്നും ഈ ഓഫീസിൽ നിന്നും പുറത്താക്കണം. മഹേന്ദ്രൻ മേഘയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അയാൾക്ക് അവകാശപ്പെട്ട ആ ഒരു സ്ഥാനമാനങ്ങളും അയാളുടേതായിട്ടുള്ള ആ കമ്പനിയിൽ നിന്നും അയാളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് മേഘ ഈ പറയുന്നത്. അപ്പോൾ സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട് മനോഹരൻ, ഇവിടെ നിന്ന് ഇയാളെ ഇറക്കി വിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജോലിയാണ് ഞാൻ ഇവിടുന്ന് തെറിപ്പിക്കുക. അപ്പോൾ സെക്യൂരിറ്റി സങ്കടത്തോടെ മഹേന്ദ്രനോട് പറയാണ്, സർ, കയറി വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ സർ, വരൂ സർ എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ്റെ കൈ പിടിച്ച സമയത്ത് മഹേന്ദ്രൻ ദേഷ്യത്തോടെ മേഘയെ തന്നെയാണ് നോക്കി നിൽക്കുന്നത്. എന്നിട്ട് സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട്, കൈ വിടടാ. അപ്പോൾ അയാൾ പേടിച്ചിട്ട് കൈവിടുകയാണ്. മേഘയാണെങ്കിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ മഹേന്ദ്രൻ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അപ്പോൾ മനോഹരൻ സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട്, അയാൾ പലതും പറയും, 5 മിനിറ്റ് കൊണ്ട് അയാൾ ഈ ഓഫീസിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്. സാർ പറയുന്ന കേക്ക് സർ, വാ സർ എന്നൊക്കെ പറഞ്ഞിട്ട് സെക്യൂരിറ്റി മഹേന്ദ്രൻ്റെ കൈപിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ മേഘയെ നോക്കിക്കൊണ്ട് വീണ്ടും മഹേന്ദ്രൻ പറയാണ്, ഞാൻ വീണ്ടും പറയാം, അവർക്ക് കൊടുക്കേണ്ട പണം നീ കൊടുക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് തന്നെ വേറെയാ. മേഘ ചെറിയൊരു ഭയത്തോടെ നിൽക്കുന്ന സമയത്ത് മനോഹരൻ പറയുന്നുണ്ട് സെക്യൂരിറ്റിയോട്, ഇത് കേട്ടിട്ട് അനങ്ങാതെ നിൽക്കുകയാണോ? അയാളെ പിടിച്ച് പുറത്താക്കാൻ നോക്ക്. ആ ക്യാബിനിൽ നിന്ന് പോകുന്നത് വരെ മഹേന്ദ്രൻ മേഘയെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മേഘ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. പക്ഷേ അയാൾക്ക് അവകാശപ്പെട്ട ആ ഒരു സ്ഥാനത്ത് നിന്നാണ് അയാൾ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മേഘയ്ക്ക് തെല്ലും പശ്ചാത്താപം പോലും ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ ക്യാബിനിൽ തന്നെ ഇരിക്കുകയാണ്. മനോഹരനാണെങ്കിൽ സെക്യൂരിറ്റിമാർക്ക് പിന്നാലെ മഹേന്ദ്രൻ്റെ പിന്നാലെ പോകുന്നുണ്ടായിരുന്നു. അത്രയും സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ചിട്ടാണ് മഹേന്ദ്രനെ അവർ ഒരു കുറ്റവാളി എന്ന പോലെ കൊണ്ടുപോകുന്നത്. അവർ പിടിച്ചു വലിച്ചാണ് കൊണ്ടുപോകുന്നത്. ഗീത ഉൾപ്പെടെ എല്ലാവരും അത് നോക്കിയിട്ട് വല്ലാത്ത സങ്കടത്തോടെയാണ് നിൽക്കുന്നത്. കാരണം ആ ഒരു കമ്പനിയുടെ ചെയർമാനായിട്ടുള്ളൊരു വ്യക്തിയാണത്. അദ്ദേഹത്തിന് അത്രയും മോശമായിട്ട് ഇറക്കി വിടുന്ന കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. അവസാനം പുറത്തെത്തിയ സമയത്ത് സെക്യൂരിറ്റിക്കാർ മഹേന്ദ്രനെ പിടിച്ച് തള്ളുകയാണ്. അയാൾ അവിടെ നിലത്ത് വീഴുന്നുണ്ട്. മഹേന്ദ്രൻ സങ്കടത്തോടെ വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. അത് നോക്കിയിട്ട് മനോഹരൻ കളിയാക്കി ചിരിക്കുന്ന രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് മഹേന്ദ്രൻ എഴുന്നേറ്റ സമയത്ത് മനോഹരൻ പോയിട്ട് പറയാണ്, ഇങ്ങോട്ട് നോക്ക് മഹേന്ദ്ര, ഇനി നീയോ നിനക്ക് ബന്ധപ്പെട്ട ആരെങ്കിലും ഈ ഓഫീസിൻ്റെയോ പരിസരത്തോ വന്നു കഴിഞ്ഞാൽ അവരുടെ ഈ അവസ്ഥ ഇതുതന്നെയാണ്. മഹേന്ദ്രൻ്റെ മുഖം ശരിക്കും കരയുന്ന അവസ്ഥയായിട്ടുണ്ടായിരുന്നു. തൻ്റെ സ്വത്തുക്കളും തൻ്റെ പ്രതാപവും തൻ്റെ വേർപ്പുമാണ് ഈ കാണുന്നത്. അവിടെ നിന്നാണ് ഒരു കൂസലുമില്ലാതെ തന്നെ ഇറക്കി വിടുന്നത്. അപ്പോൾ മനോഹരൻ പുച്ഛത്തോടെ പറയാണ്, മര്യാദയ്ക്ക് ഇപ്പോൾ താമസിക്കുന്നിടത്ത് നിന്ന് നിൻ്റെ ഭാര്യയെയും അതുപോലെ തന്നെ ചന്ദ്രികയെയും മലരിനെയൊക്കെ കൂട്ടിയിട്ട് ഇവിടുന്ന് നാട് കടന്ന് പോകാൻ നോക്ക്. ഇല്ലാന്ന് വെച്ചോ, ഇതേപോലെ ആ വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം ഞാൻ നിങ്ങളെ 3 പേരെയും കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളും.
മഹേന്ദ്രൻ ശരിക്കും തകർന്നടിഞ്ഞൊരവസ്ഥയിൽ തൻ്റെ കമ്പനിയുടെ പേരും തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അയാളുടെ മുഖത്ത് അത്രയും സങ്കടം ഉണ്ടായിരുന്നു. അപ്പം മനോഹരൻ പുച്ഛത്തോടെ പറയാണ്, മഹേന്ദ്ര, ഞാൻ തന്നെ നിങ്ങളെ പിടിച്ച് പുറത്താക്കുന്നതിന് മുന്നേ നിങ്ങളായിട്ട് പോയി കഴിഞ്ഞാൽ അതാണ് നല്ലത്. മഹേന്ദ്രൻ വീണ്ടും മേഘയുടെ പേര് നോക്കിക്കൊണ്ട് മനോഹരനോട് പറയുന്നുണ്ട്, ഏയ് നിങ്ങളൊന്നും നന്നായിരിക്കില്ലടാ. മനോഹരൻ കളിയാക്കി ചിരിക്കുകയാണ്, പോ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. മഹേന്ദ്രൻ കരഞ്ഞുകൊണ്ട് ആ പേര് തന്നെ വീണ്ടും വീണ്ടും നോക്കിയിട്ടാണ് തിരിഞ്ഞു നടക്കുന്നത്. അയാൾക്ക് നടക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ പേര് നോക്കുന്തോറും അയാൾക്ക് വല്ലാത്ത സങ്കടമാവുകയാണ്. കാരണം അങ്ങനെ ഒരു പേരിലേക്ക് ആ കമ്പനി മാറ്റാൻ വേണ്ടി അയാൾ അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ടാണ് മേഘ അത് അവളുടെ പേരിലേക്ക് മാറ്റിയത്. എല്ലാം നഷ്ടപ്പെട്ട ഒരാളുടെ വേദനയോട് കൂടിയാണ് മഹേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അതേസമയം വീട്ടിലാണെങ്കിൽ ലക്ഷ്മി പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രികയാണെങ്കിൽ പാചകം ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ ചന്ദ്രിക അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ, അച്ഛൻ എവിടെ അമ്മ? എപ്പോഴും എവിടെയും പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടാണ് പോവാറ്. ഇന്നാണെങ്കിൽ പറയാതെ പോയിട്ടുള്ളത്. എവിടെയാ പോയതെന്ന് അറിയില്ല മോളെ. ചന്ദ്രിക, നീ അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് എവിടെയാണെന്ന് ചോദിക്ക്. ആ, ഞാൻ ഇപ്പം തന്നെ വിളിക്കാം അമ്മ എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്യാണ്. പക്ഷെ അദ്ദേഹം ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിലും എടുക്കുന്നുണ്ടായിരുന്നില്ല. വളരെ വേഗത്തിലാണ് അദ്ദേഹം നടക്കുന്നത്. ചന്ദ്രിക പറയുന്നുണ്ട്, അച്ഛൻ ഫോൺ എടുക്കുന്നില്ലല്ലോ അമ്മ. വീണ്ടും വീണ്ടും ചന്ദ്രിക ശ്രമിക്കുന്നുണ്ടെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ആ സമയത്ത് നടന്നിട്ട് മഹേന്ദ്രൻ വീട്ടിനടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛനെ കാണുകയാണ്. ഓ, ഇതാ അച്ഛൻ വന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വരവും മുഖവും ഒക്കെ കണ്ടപ്പോൾ തന്നെ ലക്ഷ്മിക്കും ചന്ദ്രികയ്ക്കും മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു വിഷമമായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ചന്ദ്രികയും ലക്ഷ്മി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, അച്ഛാ, എവിടെ പോയി വന്നത് അച്ഛാ? മഹേന്ദ്രൻ മറുപടി ഒന്നും പറയാതെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി വീണ്ടും പറയുന്നുണ്ട്, ചന്ദ്രിക ചോദിച്ചത് കേട്ടില്ല ഏട്ടാ, ഞങ്ങൾ ഒരുപാട് നേരമായി ഏട്ടനെ കാത്തിരിക്കുകയായിരുന്നു. അത് കേട്ട സമയത്ത് അദ്ദേഹം കണ്ണ് തുടക്കുകയാണ്. അപ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവം ചന്ദ്രികയ്ക്കും ലക്ഷ്മിക്കും മനസ്സിലാവുന്നത്. അച്ഛാ, ചന്ദ്രിക വിളിക്കുന്നുണ്ട്. ലക്ഷ്മിയും ചോദിക്കുകയാണ്, ഏട്ടാ എന്താ പറ്റിയത് ഏട്ടാ? എന്തിനാ കരയുന്നത് അച്ഛാ? ചന്ദ്രിക അവിടെ മുട്ടുകുത്തിയിരുന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛാ, എന്താ പറ്റിയത് അച്ഛാ? എന്തിനാ കരയുന്നത്? പറയാച്ചാ, എന്താ പറ്റിയത്? അപ്പോൾ മഹേന്ദ്രൻ സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും മനസ്സ് തകർന്ന അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളതെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, എന്നെ ഒരുപാട് അപമാനിച്ചു മോളെ. എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താ സംഭവിച്ചതെന്ന് പറയാച്ചാ? ആ മേഘ എന്നെ ഒരുപാട് അപമാനിച്ചു മോളെ. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം മുഴുവൻ അവൾ എടുത്തു. അതുപോലും സാരയില്ല, പക്ഷേ ഇന്നവൾ എന്നെ ഒരുപാട് അപമാനിച്ചു. എന്താ അച്ഛാ സംഭവിച്ചത്? അപ്പോൾ ലക്ഷ്മിയും പറയാണ്, ഏട്ടാ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറഞ്ഞു തരൂ. അല്പം മുമ്പ് ഷെയർ ഹോൾഡേഴ്സ് വന്നതും അവർ മഹേന്ദ്ര ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയിൽ നിന്ന് ഷെയർ വാങ്ങിക്കാൻ പോയ സമയത്ത് ഇതിപ്പോൾ മേഘ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയാണെന്നും മഹേന്ദ്ര ഗ്രൂപ്പ്സ് ഓഫ് കമ്പനി ഒഴിവായി പോയെന്നും ഒക്കെ പറഞ്ഞ് മേഘ അവരെ അപമാനിച്ച് വിട്ടതും അതിനുശേഷം ആ ഒരു ഷെയർ ഹോൾഡേഴ്സിന് പണം തിരിച്ചു നൽകാൻ വേണ്ടി പറയാൻ മഹേന്ദ്രൻ അങ്ങോട്ടേക്ക് പോയ സമയത്ത് മേഘ അയാളെ അപമാനിച്ച് വിട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അവസാനം അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ചിട്ട് മനോഹരൻ സെക്യൂരിറ്റിക്കാരെ വെച്ച് തന്നെ അവിടെ തള്ളിയിട്ടതടക്കം ഉൾപ്പെടെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുഴുവൻ കേട്ടതിന് ശേഷം ചന്ദ്രികയുടെയും ലക്ഷ്മിയുടെയും കണ്ണ് നിറയുകയാണ്. ഇത്രയും അപമാനം സഹിച്ചിട്ട് ഞാൻ എന്തിനാ മോളെ ജീവിക്കുന്നത്? എനിക്ക് ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല. അച്ഛൻ്റെ സങ്കടം ന്യായമായതുകൊണ്ട് തന്നെ ചന്ദ്രികയ്ക്കും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, എങ്ങനെ ജീവിച്ച മനുഷ്യനെ ഇങ്ങനെ ആക്കിയില്ലേ ഞാൻ? അവൾ ഒരിക്കലും നന്നാവില്ല. അവൾ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കുകയില്ല. അവളെ തലയിലും താഴത്തും വെച്ച് കൊണ്ടു നടന്ന അവളുടെ അച്ഛനെയും അമ്മയാണ് അവൾ ഇങ്ങനെ അപമാനിച്ചത്. ദൈവം തന്നെ അവൾക്ക് വേണ്ടുന്ന ശിക്ഷ കൊടുക്കണം. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹേന്ദ്രൻ. അത് കണ്ടിട്ട് ചന്ദ്രിക പറയുന്നുണ്ട്, അച്ഛൻ കരയരുതച്ഛാ. നിങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. നിങ്ങൾ ആരെയും പറ്റിച്ചിട്ടല്ല ഇതുവരെ ജീവിച്ചത്. പിന്നെ നിങ്ങൾ എന്തിനു കരയണം? നിങ്ങൾക്ക് ദ്രോഹം ചെയ്തിട്ട് നിങ്ങളുടെ പണത്തിൽ ജീവിക്കുന്നില്ലേ? ആ മേഘ വേണം കരയാൻ. അച്ഛാ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കച്ചാ. ചന്ദ്രികയുടെ മനസ്സിൽ അത്രയ്ക്കും കനലുണ്ടായിരുന്നു. അവളുടെ കണ്ണ് നിറഞ്ഞിട്ട് നിൽക്കുകയാണ്. അതേസമയം മേഘ അവളുടെ ക്യാബിനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ അച്ഛനായിട്ടുള്ള ശരവണൻ കോൾ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, തൻ്റെ മറ്റു മക്കളായിട്ടുള്ള സുരേന്ദ്രനും പൂജയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവർക്ക് നല്ലൊരു ജോബ് കൊടുക്കാൻ വേണ്ടിയിട്ട്. മേഘയും പുഞ്ചിരിച്ചുകൊണ്ട് അത് സമ്മതിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും സുരേന്ദ്രനും പൂജ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. റിസപ്ഷനിൽ പറഞ്ഞ സമയത്ത് ഞങ്ങളുടെ പേര് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അപ്പോൾ പൂജയും സുരേന്ദ്രനും കാണാൻ വന്ന് പറഞ്ഞപ്പോൾ മേഘയും പറയുന്നുണ്ട് അകത്തേക്ക് കടത്തി വിടാൻ വേണ്ടിയിട്ട്. അവർ വന്ന സമയത്ത് അവർ അതിശയത്തോടു കൂടിയാണ് കമ്പനിയുടെ അകത്തേക്ക് കയറുന്നത്. കാരണം അത്രയും വലിയൊരു കമ്പനിയിൽ കയറാൻ പറ്റുമെന്ന് പോലും അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മേഘയോട് വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇത്രയും വലിയൊരു കമ്പനിയാണെന്ന് വിചാരിച്ചില്ല. എല്ലാറ്റിലുപരി മേഘയുടെ ക്യാബിൻ അത്രയ്ക്കും സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫീസ് ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. എങ്ങനെയെങ്കിലും ഞങ്ങളിവിടെ ജോലിക്ക് എടുക്കണം ചേച്ചി. നിങ്ങളുടെ രണ്ടുപേരുടെയും റെസ്യൂമ് കൊണ്ടുവന്നിട്ടുണ്ടോ?
ഓ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പൂജ കൊടുക്കുകയാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് വായിച്ചതിന് ശേഷം മേഘ കോൾ ചെയ്തിട്ടൊരു സ്റ്റാഫിനോട് വരാൻ പറയുകയാണ്. അതിനുശേഷം സുരേന്ദ്രനെയും പൂജയെയും പരിചയപ്പെടുത്തി കൊടുക്കുകയും അവർക്ക് അവിടെ കൊടുക്കേണ്ട പോസ്റ്റുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാണ്. എന്നിട്ട് ആ റെസ്യൂം അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് HR-നെ ഏൽപ്പിക്കാൻ പറയുന്നുണ്ട്. ശേഷം പൂജയോടും സുരേന്ദ്രനോടും പറയാണ് HR-നെ പോയി കണ്ടാൽ മതിയെന്ന്. അപ്പോൾ പൂജ പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് ചേച്ചി ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നുണ്ട്. മേഘ അത് കേട്ടപ്പോൾ തന്നെ വേഗം എഴുന്നേറ്റിട്ട് പൂജയെ കെട്ടിപ്പിടിക്കുക അവളുടെ കവിളിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും മുഖ്യമായൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ വെച്ച് ഒരു കാരണവശാലും എന്നെ ചേച്ചി എന്ന് വിളിക്കാൻ പാടില്ല. അത് കേട്ടപ്പോൾ രണ്ടുപേരും ആകെ ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഒരു കാരണവശാലും ചേച്ചി എന്നുള്ള വാക്ക് പോലും നിങ്ങളുടെ നാവിന്ന് വരരുത്. അവരത് അംഗീകരിക്കുകയാണ്. മേഘ പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഈ ഓഫീസിലുള്ള ആർക്കും നിങ്ങൾ രണ്ടുപേരും എൻ്റെ അനിയനും അനിയത്തിയാണെന്നുള്ള സത്യം മനസ്സിലാക്കരുത്. രണ്ടുപേരും അത് അംഗീകരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരോട് HR-നെ കണ്ടിട്ട് ഇന്ന് തന്നെ ജോലിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടാണ് മേഘ വിടുന്നത്. രണ്ടുപേരും ജോയിൻ ചെയ്യാൻ പോയ സമയത്ത് മേഘ തൻ്റെ സഹോദരങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അത് ആലോചിച്ച് അഭിമാനത്തോടെ നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.